നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അനു 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 ആരും ഫോൺ വിളിക്കുന്നുണ്ട്. രഘുവേട്ടനായിരിക്കും. ഇതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്തിനാണെന്ന് ചോദിക്കും. മനുഷ്യനെ തീ തീറ്റിക്കാൻ ഓരോന്ന് ചെയ്തോളും. നല്ല 4 വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ. രഘുവേട്ടനല്ലേ ചേച്ചി? ശബരിയാ വിളിക്കുന്നത്. ശബരിയോ? അല്ല, അവനെന്താ ഈ പാതിരാത്രിക്ക്? നീ ഫോൺ എടുത്തേ. ശബരി, ചേച്ചി ഉറക്കമായിരുന്നല്ലേ? സമയം എത്രയായില്ലേ ശബരി? നീ എന്താ ഈ നേരത്ത്? അത് പിന്നെ രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ. ചേച്ചി രഘുവേട്ടനെ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫാ. ചിലപ്പോ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും. ശബരി വിളിച്ച കാര്യം പറ. ചേച്ചി, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങള് ചേച്ചി സമാധാനത്തോടെ കേൾക്കണം. അച്ഛനടുത്തില്ലല്ലോ? ഇല്ല, ഞാനും അമ്പിളി ചേച്ചി മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടായോ? അതെ ചേച്ചി, നമ്മുടെ മഞ്ചാടി ഒരു ബുദ്ധിമോശം കാണിച്ചു. മഞ്ചാടിയോ? അവൾ എന്താ കാണിച്ചേ? ചേച്ചി ടെൻഷൻ ആവല്ലേ. മഞ്ചാടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവള് ഹോസ്പിറ്റലില് ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഹോസ്പിറ്റലിലോ? മഞ്ചാടിക്ക് എന്ത് പറ്റിയെന്ന് പറ ശബരി. ഈ രാത്രിയിൽ അവള് ഹോസ്പിറ്റലാന്ന് പറയാൻ മാത്രം എന്താ ഉണ്ടായേ? ചേച്ചി കരഞ്ഞ് ബഹളം വെച്ച് വെറുതെ അച്ഛനെ കൂടി അറിയിക്കരുത് പ്ലീസ്. അനുചേച്ചി ഇത് സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുള്ള ഒരു ധൈര്യത്തിലാ ഞാൻ അനുചേച്ചി വിളിച്ചത്. ഞങ്ങൾക്കറിയില്ല, എന്താ ഉണ്ടായെന്നൊന്ന് പറ. മഞ്ചാടി ഹോസ്റ്റലിൽ വെച്ച് കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചല്ലോ? എന്നിട്ട്? കുറച്ചധികം ബ്ലഡ് പോയിട്ടുണ്ട്. നാളെ രാവിലെ സർജറി ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത്. സർജറിയോ? അവളുടെ ബ്ലഡ് വളരെ റെയർ അല്ലേ ശബരി? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മഞ്ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചോന്ന് അച്ഛനെ അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. അതെ, അതൊരിക്കലും അച്ഛന് താങ്ങില്ല. ഞങ്ങൾ അച്ഛനോട് മറ്റെന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നോളാം. ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റലിലാ. ധൃതി പിടിക്കണ്ടേ ചേച്ചി. ഈ അർദ്ധരാത്രി അച്ഛനെ വിളിച്ചുണർത്തുന്നത് അപകടമാ. വെളുക്കുമ്പോ വിളിച്ചു പറഞ്ഞാലും മതി. ശരി, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ. ശരി ചേച്ചി. അനു, മഞ്ചാടി മോളെ, നമ്മളെ അവള് പറ്റിച്ചു കളഞ്ഞല്ലോടി. എനിക്കറിയായിരുന്നു അവള് നമ്മളെ തോൽപ്പിക്കുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും പറയുന്നേ ഈ ടൗണിലെ കോളേജിലൊന്നും വീടണ്ടാന്ന്, ഇവിടെ എങ്ങനെ നിന്ന് പഠിച്ച പോരേന്ന്. അപ്പ ആരും അത് കേക്കില്ല. അവസാനം എന്തായി? ഞാൻ പറഞ്ഞ പോലെ എല്ലാം നടന്നില്ലേ? ഇല്ല ചേച്ചി, നമ്മുടെ മഞ്ചാടി മോൾക്കൊന്നും പറ്റില്ല. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ശബരി അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. നമുക്ക് അച്ഛനെ കൂടുതലൊന്നും അറിയിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതുവരെ നമുക്ക് നമ്മുടെ മഞ്ചാടി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചേച്ചി. ഈശ്വര, മഞ്ചാടി പറ്റിക്കൊന്ന് ഞാൻ പറഞ്ഞില്ലേ അനു? ചേച്ചി, എന്താ ചെയ്യാ ഇനി?